തായ്ലൻഡ് പട്ടായ എന്നൊക്കെ സിനിമകളിൽ പലരും കുളിര് കോരിയിട്ട് ഇങ്ങനെ പറയണത് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നപ്പോഴാണ് അതെന്താണെന്ന് ശരിക്കും മനസ്സിലായത്. പട്ടായ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലോകം തന്നെയാണ്. എല്ലാ തിരക്കുകളൊന്നും വിട്ടിട്ട് ഒരു നിയന്ത്രണം ഇല്ലാതെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ആടിപ്പാടി ആഘോഷിക്കണം എന്ന് കരുതി വരുന്നവരായിരിക്കും പട്ടായയിൽ വരുന്നവരിൽ കൂടുതലെന്ന് തോന്നുന്നു എനിക്ക്. ഇവിടെ കാണുന്ന കാഴ്ചകൾ അശ്ലീല കണ്ണുകൾ കൊണ്ടോ അല്ലെങ്കിൽ യാഥാസ്ഥിക മനസ്സുകൊണ്ടൊന്നും കാണേണ്ടതല്ല. ഇതും നമ്മൾ ജീവിക്കുന്ന ഭൂമി തന്നെയാണ്. ഭൂമിയിൽ ഇങ്ങനെയും ചില ഇടങ്ങളുണ്ട്. ഇവിടെ ചിരിക്കുന്ന മുഖങ്ങൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പട്ടായയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പട്ടായ സ്ട്രീറ്റിൽ എന്താണുള്ളതെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഇനി പോകുന്നത് ലോക പ്രശസ്തമായ വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ആൻഡ് വെൽക്കം ടു ദി വ്യൂസ് ഓഫ് പട്ടായ. പട്ടായ ബീച്ചിനോട് ചേർന്ന് തന്നെയുള്ള വാക്ക് വേയിലൂടെ ഞാൻ അങ്ങനെ നടന്നു. വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയിൽ പല തരത്തിലുള്ള കാഴ്ചകൾ കണ്ടു. റോഡ് സൈഡിൽ കണ്ണ് കാണാൻ കഴിയാത്ത ഒരു പയ്യനിരുന്നുകൊണ്ട് മനോഹരമായിട്ട് ഗിത്താർ വായിക്കുന്നത് കണ്ടു. ഞാനങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി അവിടെ പലയിടത്തായിട്ട് ലേഡി ബോയ് ഗേൾസൊക്കെ നിൽക്കുന്നതായിട്ട് കണ്ടു. അതിൽ പലരും ലൈംഗിക തൊഴിലാളികളാണ്. ചിലരവിടെ കച്ചവടം നടത്തുന്നവരുണ്ടാവും, അതുപോലെ ഫ്രീലാൻസ് ഗൈഡ് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. പട്ടായയിൽ നൈറ്റ് ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാധാരണ കാഴ്ചയാണിത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, അതിൽ നമ്മൾ പട്ടായ സ്ട്രീറ്റിലൂടെ പോണ സമയത്ത് ആ സ്ട്രീറ്റ് നിറയെ ലേഡി ബോയ്സ് ആയിരുന്നു. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ബോയ്സ് ആണെന്ന് പറയില്ല. കാരണം ഗേൾസിനും അതേപോലെ തന്നെ ട്രെൻഡിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ മേക്കപ്പൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നവരായിരുന്നു. പക്ഷെ അവിടെ നിൽക്കുന്നവരൊക്കെ ലൈംഗിക തൊഴിലാളികളാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവിടെ നിൽക്കുന്നതാണ്. അവിടെയുള്ള ബാറുകളിലും പബ്ബുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും അവർ. അവരുടെ സ്ഥാപനത്തിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പിന്നെ കമ്പാനിയൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരും ഉണ്ടാവും. കമ്പാനിയൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തനിച്ച് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് കമ്പനി കൊടുക്കുക, അവരുടെ കൂടെ യാത്ര ചെയ്യുക, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോവുക, ഡ്രിങ്ക്സ് കഴിക്കുക, അതൊക്കെയാണ് അവരുടെ ജോലി. അമേരിക്കൻ പട്ടാളക്കാരുണ്ടാക്കിയ സിറ്റിയാണ് പട്ടായ. പണ്ട് 1950കളിൽ വിയറ്റ്നാം യുദ്ധം നടന്ന സമയത്ത് അവർ ഇവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നൊരു മുക്കുവ ഗ്രാമമായിരുന്നു പട്ടായ എന്ന് പറഞ്ഞാൽ. അതിനുശേഷമാണ് ഇവിടെ ബാറുകളും പബ്ബുകളൊക്കെ വരുന്നത്. ഈ പട്ടാളക്കാർക്ക് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ബാറുകളും പബ്ബുകളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തനിച്ചുള്ള പട്ടാളക്കാർക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ലേഡി ബോയ്സ് വരുന്നതും. അങ്ങനെയാണ് ഈ കമ്പാനിയൻഷിപ്പൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ എൻട്രൻസിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കവാടമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഈ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ റോഡ് തന്നെയാണ് കേട്ടോ പകൽ സമയത്ത്. പക്ഷേ വൈകുന്നേരം 6 മണിയായി കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ഗതാഗതം സ്റ്റോപ്പ് ചെയ്യും. പിന്നെ വണ്ടികളൊന്നും അകത്ത് കടത്തിവിടില്ല. പട്ടായയിലെ നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു നിർബന്ധമായിട്ടും വരേണ്ട സ്ഥലമാണ് വാക്കിംഗ് സ്ട്രീറ്റ്. ഇതിനകത്ത് പല ഷോകളുണ്ട്, പിന്നെ പബ്ബുകൾ, ബാറുകൾ, ഡാൻസിങ് ഹാളുകൾ, അങ്ങനെ പല കാഴ്ചകളുണ്ട്. പക്ഷേ ഇതിനകത്ത് വരുന്നവരൊക്കെ ഇങ്ങനെ കള്ളുടിക്കാൻ മുട്ടി വരുന്നവരാണെന്നുള്ള ചിന്തയൊന്നും വേണ്ട. കാരണം ഇതിനകത്ത് ഫാമിലീസ് വരും, പിന്നെ എന്നെപ്പോലെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർ വരും. പകൽ സമയത്ത് ഇത് സാധാരണ വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു സ്ട്രീറ്റ് തന്നെയാണ്. പക്ഷേ വൈകുന്നേരം 6 മണിയായി കഴിഞ്ഞാലാണ് ഇതിനകത്തേക്ക് പിന്നെ വാഹനങ്ങളൊന്നും പ്രവേശനമില്ലാത്തത്. 6 മണി കഴിഞ്ഞാൽ പിന്നെ കാൽനട യാത്രക്കാർക്ക് മാത്രമേ അകത്ത് പോകാൻ പറ്റുള്ളൂ. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിയോൺ വിളക്കുകൾ തെളിയാൻ തുടങ്ങും.
വാഹനങ്ങളുടെ ശബ്ദങ്ങൾക്ക് പകരമായിട്ട് പിന്നെ വരുന്നത് ഉച്ചത്തിലുള്ള വെസ്റ്റേൺ മ്യൂസിക്കാണ്. ഒരു വേറെ വൈബാണ് അതിനകത്ത് പ്രവേശിക്കുന്ന സമയത്ത്. നേരത്തെ പട്ടായ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്ത സമയത്ത് ഞാൻ വണ്ടിയുടെ ഉള്ളിലിരിക്കുകയായിരുന്നു. വണ്ടിയുടെ ഉള്ളിലിരുന്നുകൊണ്ടാണ് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടത്. ഇവിടെ വണ്ടി അകത്ത് കടത്തിവിടാത്ത നന്നായി തോന്നി, കാരണം ഇപ്പോഴാണ് കറക്റ്റ് ആംബിയൻസ് എനിക്ക് കിട്ടിയത്. നടന്നു പോകുന്ന സമയത്ത് പ്ലേക്കാർഡ് പോലെയുള്ള ഓരോ പേപ്പറുമായിട്ട് പലരും നമ്മുടെ അടുത്തേക്ക് വരും. അതിലെ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. അങ്ങനെയുള്ള ന്യൂഡ് ഫോട്ടോസൊക്കെയാണ് അതിലവർ കൊടുത്തിട്ടുള്ളത്. അവിടെയുള്ള ഓരോ ഷോകളുടെ ഫോട്ടോസും അതുപോലെ ബാറിലും പബ്ബിലൊക്കെയുള്ള ഓരോ സർവീസുകളും ഒക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ആർമാദിക്കാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ അതിനോട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതിനുള്ള വഴി നമ്മുടെ മുമ്പിലേക്ക് വരും. അങ്ങനെയുള്ള ആർമാദ കമ്മിറ്റിയുടെ ഏജൻസികൾ ഈ സ്ട്രീറ്റിൽ മുഴുവനായിട്ടുണ്ട്. ഞാനിങ്ങനെ മൊബൈലിൽ വീഡിയോ എടുത്ത് പോകുന്നത് കണ്ടുകൊണ്ട് പലരും ആ ബോർഡ് കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നില്ല. കുറച്ച് പേരെന്നാലും വന്നു. തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ ബുദ്ധമതത്തിന് സ്വാധീനമുള്ള ഒരു രാജ്യമാണ്. ഇവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കർശനമായിട്ടുള്ളത് തന്നെയാണ്. തായ്ലൻഡിൻ്റെ മറ്റ് ഭാഗങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് പോകുന്ന ജനവിഭാഗങ്ങളും അങ്ങനെയുള്ള ഏരിയകളൊക്കെയാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പട്ടായ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പട്ടായ വിദേശികൾക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു നഗരമാണ്. തായ്ലൻഡിൻ്റെ നിയമത്തിൽ ഇല്ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പട്ടായയിൽ അലൗഡാണ്. അതാണ് പട്ടായയുടെ പ്രത്യേകത. പക്ഷേ ഇവിടെയുള്ള ബാറുകളും സ്ഥാപനങ്ങളും ഒന്നും ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്നതല്ല. എല്ലാം ലൈസൻസുള്ള സ്ഥാപനങ്ങൾ തന്നെയാണ്. പുറമെ പോലീസിൻ്റെ കർശന നിരീക്ഷണവും അതുപോലെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ പട്ടായ സ്ട്രീറ്റുകൾ. ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നതിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിച്ചത് എല്ലാം ഒരു നിയന്ത്രിത മേഖലയിൽ നിയന്ത്രണത്തോടെ നടക്കട്ടെ എന്നുള്ളതായിരുന്നു. അത് തായ്ലൻഡിൻ്റെ ഒരു ബുദ്ധിപരമായ തീരുമാനം തന്നെയാണെന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഏറ്റവും വലിയൊരു സ്ഥാനമുള്ള രാജ്യമാണ് തായ്ലൻഡ്. അതിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ഈ പട്ടായയാണ്. ഇവിടുത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പുറകിൽ പാമ്പുകളുടെ ഒരു ഗജനാവുണ്ട്. അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട പാമ്പുകളെ തിരഞ്ഞെടുക്കുക, മുൻപിൽ വന്നിട്ട് കഴുത്തിലോ കാലിലൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുക. ഈ പാമ്പിൻ്റെ പരിപാടി നമ്മുടെ നാട്ടിലും കാണലുണ്ട്. ഒരുപക്ഷെ ആശയം ഇവിടുന്ന് കോപ്പി അടിച്ചതായിരിക്കും. ഈ പാമ്പുകൾ ഡേഞ്ചറൊന്നും ആവില്ല, 100% സേഫ്റ്റിയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ഈ ചെറുപ്പം മുതൽ പാമ്പ് തവള എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലൊരു വേറെ ചിന്തയാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് കാണുന്ന സമയത്ത് എന്തോ പോലെ. ചേച്ചി തൊണ്ട് പേപ്പർ മാറ്റിക്ക്, എൻ്റെ ക്യാമറ വരുന്നുണ്ട്. അന്ത ഭയം ഇരിക്കട്ടും. വഴിയിൽ വേറെയും പല ബോർഡുകളൊക്കെ കാണും. ആരും ഇതൊന്നും നോക്കാൻ നിൽക്കണ്ട. വഴിയിലിങ്ങനെ പല എൻ്റർടൈൻമെൻറ്റ് ഷോകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു വൈബ്രൻറ്റ് ഏരിയ തന്നെയാണ് കേട്ടോ അത്. ഊർജ്ജസ്വലമായ തെരുവ് എന്നൊക്കെ പറഞ്ഞ പോലെ. തെരുവിൽ വെസ്റ്റേൺ മ്യൂസിക് പ്ലേ ചെയ്യുന്ന പബ്ബുകളും ഡാൻസ് ഹാളുകളും മാത്രമല്ല, ഇന്ത്യൻ മ്യൂസിക് പ്ലേ ചെയ്യുന്ന ബാറുകളുമുണ്ട്. കാരണം ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലൊന്നാണ് തായ്ലൻഡ്. അപ്പോൾ അവരെ ആകർഷിക്കാനുള്ള കാഴ്ചകളൊക്കെ ഇവിടെ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇതിനകത്ത് വന്ന സമയത്ത് ഞാൻ വേറൊരു പേര് കേട്ടത് ഗോഗോ ബാർസ് എന്നാണ്. ഗോഗോ ബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഡാൻസ് പെർഫോമൻസുകളുണ്ടാവും ബാറിനകത്ത്. ലേഡി ബോയ്സ് അതുപോലെ ഗേൾസൊക്കെ തന്നെ ആയിരിക്കും ഡാൻസ് കളിക്കുന്നത്. ഇങ്ങനെ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് വന്ന് ഡാൻസ് കളിക്കുക, സ്പർശന സുഖം, അങ്ങനെ പല കുൽസിത പ്രവൃത്തികളും ഉണ്ടാവുമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും അതിനെക്കുറിച്ചിട്ടൊന്നും കൂടുതൽ അന്വേഷിക്കാൻ നിന്നില്ല. കാരണം നമ്മുടെ ലക്ഷ്യം ഈ വൈബ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, മറ്റൊന്നും നമ്മുടെ ഭാഗമല്ല. അവിടെ കണ്ടില്ലേ, തെരുവിലൂടെ നടന്നു പോണവരെ കയറിട്ടിട്ട് കെട്ടി വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് പുള്ളി. ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുള്ള ഒരു സ്ട്രീറ്റാണ് വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ. ഒരറ്റം മുതൽ അടുത്ത അറ്റം വരെ ഞാൻ നടന്നു. പക്ഷേ എനിക്ക് അനുഭവപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിവിടെ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിടത്ത് പോലും എനിക്കൊരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ നല്ലത് ചീത്ത എന്ന് പറയുന്ന പല സർവീസുകളും അവിടെ അവൈലബിൾ ആണ്, അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ആളുകൾ നമ്മൾ അടുത്തേക്ക് വന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം അവരുടെ സർവീസിനെ കുറിച്ചിട്ട്.
പക്ഷെ ഒരിക്കൽ പോലും അതിലൊരാളും എന്നെ പിടിച്ച് വലിക്കുകയോ അല്ലെങ്കിൽ നിർബന്ധിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതാണ് പട്ടായ. അത് ഒരുപക്ഷെ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തെരുവിൽ മുഴുവൻ CCTV ക്യാമറ ഉള്ളതാണ്. അതോറിറ്റീസ് എല്ലാം ക്ലോസ്ഡ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു കാരണമാണ്. പട്ടായക്ക് വ്യത്യസ്തമായിട്ടുള്ള മുഖഭാവങ്ങളുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നഗരം നമ്മളെ സന്തോഷിപ്പിക്കും, നമ്മളെ അത്ഭുതപ്പെടുത്തും. നമ്മൾ കേട്ടറിഞ്ഞ പോലെ ഒരു മോശം സിറ്റി ഒന്നുമല്ല പട്ടായ. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഹബ്ബാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഇങ്ങോട്ട് സഞ്ചാരികൾ വരുന്നുണ്ട്, അവർ ആസ്വദിക്കുന്നുണ്ട്. സോ ഐ റെസ്പെക്ട് പട്ടായ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. വാക്കിംഗ് സ്ട്രീറ്റിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. തായ്ലൻഡിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിലൂടെ തുടർന്ന് കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.